സോറി. ലെറ്റ് സ്റ്റാർട്ട് അഗെയിൻ. ഒന്നുകൂടെ ചോദിക്കാമേ, സൗണ്ട് കേട്ടിട്ടുണ്ടോ? ആതിര ബിജു ഓഡിബിൾ ആണോ ഞാൻ? ഓഡിബിൾ ആണ്. സനീഷ് ടി എസ്. സാർ. കേൾക്കാം. ഓക്കെ. യമുന പ്രസാദ് ഓഡിബിൾ ആണോ ഞാൻ? യമുന പ്രസാദ് ഇവിടെ ഉണ്ടോ? ഓക്കെ, ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ഓക്കെ, ശരി. എല്ലാവരും അവരുടെ പേരുകൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് കേട്ടോ, അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. ഓക്കെ, സോ ദ ഫസ്റ്റ് ടോപ്പിക് ടുഡേ വി ആർ ഡിസ്കസിംഗ് ഈസ് അബൌട്ട് ദ ഫ്രജൈൽ സ്റ്റേറ്റ് ഓഫ് ന്യൂക്ലിയർ ഡിസാർമെന്റ്. ഈ നോട്ട് ഓൾറെഡി നിങ്ങളുടെ ഉണ്ട്, സോ നിങ്ങൾ അതിനൊപ്പം തന്നെ വായിച്ചാൽ മതി. സോ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് പഠിക്കുക. ഇവിടെ നിങ്ങൾക്ക് അറിയാം, ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പൺസ് ആണ്. എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. ആ ന്യൂക്ലിയർ വെപ്പൺസിനെ ഇല്ലാതാക്കാൻ, ഡിസ്ആം ചെയ്യാനുള്ളതിന്റെ എഗ്രിമെന്റ് അല്ലെങ്കിൽ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫ്രജൈൽ സ്റ്റേറ്റ് ഓഫ് ന്യൂക്ലിയർ ഡിസാർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്റ്റോക്ക്ഹോം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ചൊരു കോൺഫറൻസ് കൂടിയിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഒരു സ്ഥാപനം തുടങ്ങി. അതായത് സിപ്രി. സിപ്രിയുടെ ഫുൾ ഫോം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതാണ് സിപ്രി. ഓർത്ത് വെച്ചോളാം. സിപ്രി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇന്റർനാഷണൽ പീസ് റിസർച്ച് ആണ്. അപ്പോൾ ഇന്റർനാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പൊ അവരുടെ റിപ്പോർട്ട് പ്രകാരം പല പല രാജ്യങ്ങളും ആ രാജ്യങ്ങളിൽ അവരുണ്ടാക്കുന്ന പൈസ കൂടുതലായിട്ടും ആർമി വെപ്പൺസ് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൊരു എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? റഷ്യ ലീഡ്സ് ദ ചാർജ് ഇൻ അബ്സല്യൂട്ട് നമ്പർ ഓഫ് ന്യൂക്ലിയർ ഇൻവെന്ററി. ഉണ്ടോ? ഇത്ര 5900 ഏകദേശം 6000 വെപ്പൺസ് അവര് US നേരെ, അതായത് അത്രയും വെപ്പൺസ് ആർക്ക് വേണ്ടി കരുതി വെച്ചേക്കുവാണ്? US വേണ്ടി കരുതി വെച്ചേക്കുവാണ്. ദാറ്റ് ഈസ് US എത്ര തിരിച്ചു വെച്ചിട്ടുണ്ട്? 5228 അതായത് ഇങ്ങനെ വിചാരിച്ചാൽ മതി. ഇവിടുന്ന് അങ്ങോട്ട് 6000 റോക്കറ്റുകൾ റെഡിയാക്കി വെച്ചപ്പോ അവർ ഇങ്ങോട്ട് ഏകദേശം 5500 റോക്കറ്റ് വെച്ചിട്ടുണ്ട്. ഈ റോക്കറ്റുകളെല്ലാം എന്താണ്? ന്യൂക്ലിയർ കേപ്പബിൾ ആണ്. അപ്പൊ ന്യൂക്ലിയർ വാർ ഒക്കെ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഈ വെപ്പൺസ് ലോഞ്ച് ചെയ്ത രാജ്യങ്ങളെ ഇല്ലാതാവുന്നതിനൊപ്പം തന്നെ ലോകം തന്നെ ഇല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കാനും പഠിക്കാനും അത് തടയാനും അന്വേഷിക്കാനുമാണ് സിപ്രി അല്ലെങ്കിൽ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇതിലെ ഹൈലൈറ്റ്. സ്വാഭാവികമായിട്ടും രാജ്യങ്ങളെല്ലാം മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും എന്തുണ്ടാവും? ഇതുപോലുള്ള മിലിറ്ററി എക്സ്പാൻഷൻ ഉണ്ടാവും എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഇന്ത്യ മോശമൊന്നുമല്ല, ഇന്ത്യക്കും ഉണ്ട്. ഇതുണ്ടാവും. ഇന്ത്യയുടെ കണക്ക് നോക്കിയാൽ മനസ്സിലാവും, 160 എണ്ണം. ഓക്കെ, ആൻഡ് പാകിസ്ഥാൻ 160. വെപ്പൺസ് ഇഷ്ടം പോലെ നമ്മുടെ മോശമാണ്, ഇത്രയൊന്നും സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇത് റീസെന്റ് നമ്മൾ നോക്കിയപ്പോ 2017, 2021, 2022 കാലഘട്ടമൊക്കെ നോക്കുമ്പോൾ പുതിയ ചില രാജ്യങ്ങൾ കൂടുതലായിട്ട് വെപ്പൺസ് വാങ്ങിക്കുന്നതായിട്ട് കാണും. ഉദാഹരണം സൗദി അറേബ്യ, ഈജിപ്ത്, ചൈന, ഓസ്ട്രേലിയ. സിപ്രിയുടെ കണക്കനുസരിച്ച് ഈ ഒരു 3-4 രാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള ഈ രാജ്യങ്ങള് മൊത്തം ആയുധങ്ങളുടെ ഇമ്പോർട്ടിൽ 38% ഇവർ തന്നെയാണ്. ഇവർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് അത്ര വലിയ ഇമ്പോർട്ടന്റ് ന്യൂസ് ഒന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഒന്ന്, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രോബ്ലം. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രോബ്ലം. ഇതൊക്കെ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? അതിനനുസരിച്ച് അതാത് രാജ്യങ്ങൾ അവരുടെ പൈസ ചെലവഴിച്ച് വെപ്പൺസ് വാങ്ങിക്കും. ആ വെപ്പൺസില് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായാൽ അത് ലോകത്തിന് മോശമാണ്, ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഈ നോട്ടില് ഒരേ ഒരു പോയിന്റ്സ് ഓർക്കാനുള്ളൂ. Okay, so I think it's very clear. Now we move to the second topic. അത് ഇന്ത്യൻ കോഡിലെ സെക്ഷൻ എന്താ വരാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോരോ എബ്രഹാം, എന്റെ സൗണ്ട് ബ്രേക്ക് ആവണ്ടോ? എബ്രഹാം ഇവിടെ ഉണ്ടോ? അൽഫോൺസ, എന്റെ സൗണ്ട് ബ്രേക്ക് ആവുണ്ടോ? ഇടയ്ക്ക് ബ്രേക്ക് ആയിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ,
എബ്രഹാമെ, ഫോൺ ഓൺ ചെയ്തിട്ട് നീ പോയോ ചായ കുടിക്കാൻ? ഹലോ പോയാ? ഓക്കെ, ഹലോ സാറേ. എബ്രഹാം എവിടെയുണ്ട്? Cool. സാർ ആ, ഞാൻ കേൾക്കുന്നില്ല? ഇവിടെയുണ്ട്. നീ ഇവിടെ കേൾക്കണ്ടോ? കേൾക്കാണ്ട് സാർ. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? കേൾക്കാണ്ട് ശരി. ഓക്കെ, ശരി. ഓക്കെ, ശരി. യെസ്. ആതിര എവിടെ ഉണ്ടോ? യെസ് സർ. അഭിഷേക് ഉണ്ടോ? യെസ് സർ. അലീന ഉണ്ടോ? യെസ് സർ. അലീന ആൻഡോ ഉണ്ടോ? യെസ് സർ. അഞ്ജലി ഉണ്ടോ? ഉണ്ട് സർ. അന്ന ഉണ്ടോ? യെസ് സർ. ആർഷ, യെസ് സർ. അശ്വിനി. യെസ് സർ. ഓക്കെ, അപ്പം എ വെച്ചുള്ള എല്ലാവരുമായി. ഇനി അടുത്ത് ബി വെച്ച് വിളിക്കാം. ലെറ്റ് സി. അപ്പം IPCയില് സെക്ഷൻ 295A ഇതാണ്. അപ്പൊ വേറൊന്നുമില്ല. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ഹെയ്റ്റ് സ്പീച്ച്. നമുക്കറിയാം, ചില ആൾക്കാർ മൈക്ക് എടുത്തു വെച്ചിട്ട് എല്ലാവരെയും അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ശത്രുത ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ പ്രസംഗങ്ങൾ ഞാനോ നിങ്ങളോ ചെയ്യാറുണ്ടാവില്ല. പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സിന് വേണ്ടി ഓരോരോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ അതിന്റെ ശിങ്കിടികളോ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, അത് തടയണം. അപ്പൊ അങ്ങനെയുള്ള സ്പീച്ച് റിലീജിയസ് അമ്പലങ്ങൾ, പള്ളികൾ, ആരാധനാലയങ്ങൾ, വ്യക്തികൾ, ആരാധനാക്രമങ്ങൾ, ആരാധന ചെയ്യുന്ന രീതികൾ, അവരുടെ വസ്ത്രങ്ങൾ, എങ്ങനെ വേണമെങ്കിലും ലേഖം. സോ ദീസ് ആർ ഓൾ ഹെയ്റ്റ് സ്പീച്ച്. ഇന്ത്യയിലെ ഒരു മിനിറ്റ്. ഹലോ എടാ, ഞാനേ ഒരു ഓൺലൈൻ ക്ലാസ്സാ, ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാമേ. അപ്പോ ഇന്ത്യയിലത്തെ ഹൈലൈറ്റ്, ഇന്ത്യക്ക് ഇങ്ങനൊരു ഹെയ്റ്റ് സ്പീച്ച് ചെയ്തു കഴിഞ്ഞാൽ ദർ ഇസ് നോ ഫോർമൽ ലീഗൽ ഫ്രെയിംവർക്ക്. ഇന്ത്യയിൽ ഒരു ഫ്രെയിംവർക്ക് ഇല്ല. ഓക്കെ, അപ്പൊ അതൊക്കെ ബന്ധപ്പെട്ടാണ് 295A ഓഫ് IPC എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കും. അപ്പൊ 295 രണ്ടു മൂന്നെണ്ണം ഉണ്ട്. ഒന്ന് ഡിഫൈൻസ് ദ പ്രിസ്ക്രൈബ്ഡ് പണിഷ്മെന്റ് ഫോർ ഡെലിബറേറ്റ് ആൻഡ് മലേഷ്യസ് ആക്ട്സ് ഇന്റൻഡ് ടു ഔട്ട്റേജ് റിലീജിയസ് ഫീലിംഗ്. ഓക്കെ, നമ്മൾ പറയില്ലേ, മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നുള്ള ഡയലോഗ് പറയും. ആ ഡയലോഗുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ആണ് 295A ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള പോയിന്റ്സ് നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പീനൽ കോഡില് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇങ്ങനെ ആരെങ്കിലും, കേരള ഗവൺമെന്റോ അല്ലെങ്കിൽ തമിഴ്നാട്, കർണാടക, തെലങ്കാന, ഗുജറാത്ത്, ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, അങ്ങനെ സ്പീച്ച് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ അവരെന്ത് ചെയ്യും? അവര് സെക്ഷൻ 295A along with സെക്ഷൻ 153A ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ് ഉപയോഗിച്ച് അവർക്ക് പണിഷ്മെന്റ് അല്ലെങ്കിൽ പെനാലിറ്റി വാങ്ങിച്ചു കൊടുക്കും. വലിയ വലിയ പെനാലിറ്റി ഒന്നും അല്ല, ചെറിയ പണിഷ്മെന്റുകളേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പ്രസംഗം നടത്തുന്നത് എന്ത് വിഷയത്തില്? ഇപ്പൊ റിലീജിയസ് വിഷയം വെച്ച് പറയാം, റേസ് വംശം വെച്ച് പറയും, ജനിച്ച സ്ഥലം വെച്ച് പറയും, റെസിഡൻസ് വെച്ച് പറയും, ലാംഗ്വേജ് വെച്ച് പറയാം. ഓക്കെ, അപ്പൊ ചിലർ പറയും, ഓക്കെ നിന്റെ ലാംഗ്വേജ് കോഴിക്കോട് ലാംഗ്വേജ് അല്ലേ, എന്റെ ലാംഗ്വേജ് തൃശ്ശൂർ ലാംഗ്വേജ് ആണ്, നിന്റെ ലാംഗ്വേജ് കോട്ടയം ലാംഗ്വേജ് അല്ലേ, നിന്റെ തിരുവനന്തപുരം അല്ലേ, അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇല്ല. അങ്ങനെ സ്പീച്ച് നടത്തിയാൽ നിങ്ങളും ശിക്ഷിക്കപ്പെടും. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും റേസ് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ വളരെ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ട്. ചില സൂപ്പർ മാർക്കറ്റുകളിലും പെട്രോൾ പമ്പിലും ഒക്കെ നോർത്ത് ഈസ്റ്റേൺ ആൾക്കാർ, അതായത് ആസാം, മണിപ്പൂർ, മേഘാലയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലിക്ക് വരും. കേരളത്തിലൊക്കെ ഇപ്പൊ ഒത്തിരി സ്ഥലങ്ങളിൽ അവർ വരുന്നുണ്ട്. കാരണം വെച്ചാൽ അവർ വളരെ പൊളൈറ്റ് ആയിട്ട് പെരുമാറും, അവർക്ക് ഇംഗ്ലീഷും അറിയാം, ഹിന്ദി അറിയാം എന്നുള്ളതാണ് അവരുടെ പ്ലസ് പോയിന്റ്. സോ ദേ വിൽ ഹാൻഡിൽ എവറിത്തിങ്. അതിൽ അവർക്ക് ഭയങ്കര ആത്മാർത്ഥതയുണ്ട്. അപ്പൊ അവരെ ജോലിക്ക് വെക്കും പലപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു, അയ്യോ ഇവരെന്താ ചൈനക്കാരെ പോലെ ഇരിക്കുന്നത്. നിങ്ങളത് പറയില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ പോലും ചിലപ്പോൾ അങ്ങനെ ചിന്ത വരാം. അതുപോലും തെറ്റാണ്. ഓക്കെ, അപ്പം അങ്ങനെ പറയുകയോ പ്രസംഗം നടത്തുകയോ ചെയ്താൽ റിലീജിയൻ വെച്ചായിക്കോട്ടെ, റേസ് വെച്ചായിക്കോട്ടെ, പ്ലേസ് ഓഫ് ബർത്ത് ആയിക്കോട്ടെ, റെസിഡൻസ് ആയിക്കോട്ടെ, ലാംഗ്വേജ് ആയിക്കോട്ടെ, യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് പെനാലിറ്റി അക്കോർഡിംഗ് ടു സെക്ഷൻ 295A ആൻഡ് 153A. ഇത് 295A എന്നും 153A എന്നും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ആദ്യ കാലത്ത് ഉണ്ടായിരുന്നില്ല, പിന്നെ ആഡ് ചെയ്താണ്. ഓക്കെ, സോ അത് ഓർത്ത് വെച്ചു. ഇനി ഇത് ചില പരീക്ഷയ്ക്ക്, ഇപ്പം ലോ കുട്ടികൾ എന്റെ ക്ലാസ്സിലുണ്ടായെന്ന് പറയാം, അവർക്ക് ഈ കേസും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. 1957 ഈ 295A എന്ന സെക്ഷനെ ചലഞ്ച് ചെയ്തുകൊണ്ട്
രാംജി ലാൽ മോദി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്നൊരു കേസുണ്ട്. അതായത് അയാൾ പ്രസംഗം നടത്തിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പൊ പബ്ലിക് ഓർഡർ, അതായത് സോഷ്യൽ ക്രമം, നമ്മുടെ ഞാനിപ്പോ റോഡിൽ ഇറങ്ങിയിട്ട് ഒരു കച്ചറ പ്രസംഗം നടത്തുവാണ്. ഞാൻ ഹിന്ദു കമ്മ്യൂണിറ്റിനെ അവമാനിച്ച് പറയുന്നു, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിനെ അവമാനിക്കുന്നു. അപ്പൊ എന്റെ പ്രസംഗം കേട്ട് ആ പറയുന്നത് ശരിയാണല്ലോ എന്ന് തോന്നിയിട്ട് ആ പ്രസംഗം കേട്ടവർ ഇറങ്ങിപ്പോയി ഓപ്പോസിറ്റ് ഉള്ള കമ്മ്യൂണിറ്റിനെ അറ്റാക്ക് ചെയ്യുന്ന കാലം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് സെക്ഷൻ 295A ഉണ്ടായിരുന്നത്. അതിനെ ചലഞ്ച് ചെയ്തൊരു കേസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേണമെങ്കിൽ ഓർത്തു. ഓക്കെ, അപ്പം 2 പോയിന്റ്സ് ആണ് നമ്മളിപ്പോ നോക്കിയത്. ഒന്ന് സിപ്രി, 2 സെക്ഷൻ 295A. മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് വരാം. ദാറ്റ് ഈസ് അബൌട്ട് എയർ റോക്കറ്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ ഇന്ന് തന്നെ നിങ്ങൾ ഇന്നത്തെ പത്രം നോക്കിയാൽ മനസ്സിലാവും. ഇന്നത്തെ പത്രത്തിൽ സ്പെഷ്യൽ റോക്കറ്റുകളെ കുറിച്ച് മെൻഷനിങ് ഉണ്ട്, വായിച്ചു നോക്കിയുള്ള. ഇത് ന്യൂസ് ആണ്. ഇന്ത്യ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർഡ് ഇറ്റ്സ് ഇൻഡിജനിയസ്ലി ഡെവലപ്ഡ് ന്യൂക്ലിയർ കേപ്പബിൾ പൃഥ്വി 2 മിസൈൽസ്. പൃഥ്വി 1, 2, 3, 4 അങ്ങനെ പല ക്ലാസ് ഉണ്ട്. അത് പല ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വി എന്ന പേര് നിങ്ങൾക്ക് അറിയാം. പൃഥ്വി മീൻസ് ഭൂമി അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സർഫസിൽ നിന്ന് സർഫസിലേക്ക്, ലാൻഡിൽ നിന്ന് ലാൻഡിലേക്ക് ഷോട്ട് ചെയ്യാൻ വേണ്ടി, കത്തിച്ചു വിട്ടിട്ട് പോയി വീഴാൻ വേണ്ടിയുള്ള ടൈപ്പ് റോക്കറ്റുകളെയാണ് പൃഥ്വി എന്നൊരു പേരിട്ടെ. നിങ്ങൾക്കറിയാം അസ്ത്ര എന്ന വാക്ക് എന്താ ഉദ്ദേശിക്കണേ? അസ്ത്രം എവിടുന്ന് എങ്ങോട്ടാ പോവാ? എയറിൽ നിന്ന് എയറിലോട്ടാ പോവാ. അപ്പൊ അങ്ങനെയാണ് പേരിടുന്നത്. ഓക്കെ, അപ്പൊ പൃഥ്വി എന്നുള്ള പേര് സർഫസ് ടു സർഫസിലാണ് പോകുന്നത്. ഷോർട്ട് ടൈം ബാലിസ്റ്റിക് മിസൈൽ ആണ്, SRBM ആണ്. അറിയാം നിങ്ങൾക്ക്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് DRDO ആണ്. DRDOയുടെ ഫുൾ ഫോം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, DRDO. ഓക്കെ, അപ്പൊ ഇത് ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്, IGMDP. ഓക്കെ, അത് വിടുക. അപ്പൊ ഈ പൃഥ്വി എന്ന് പറയുന്ന സാധനം 3 വേരിയന്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അത് 3 പേർക്കാണ്, ഇന്ത്യൻ ആർമി നേവിക്ക് ഒക്കെ കൊടുക്കുന്നതിൽ 3 വെറൈറ്റി കേസിൽ നമ്മൾ ഇതിനെ അവൈലബിൾ ആണ്. ഒന്ന് പൃഥ്വി 1 സർഫസ് ടു സർഫസ് 150 എന്ന് പറഞ്ഞാൽ 150 കിലോമീറ്റർ റേഞ്ചില് 1000 കിലോഗ്രാം ഭാരമുള്ള മരുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റോക്കറ്റ് മനസ്സിൽ വിചാരിച്ചു നോക്കിയേ. റോക്കറ്റിന്റെ ഫ്രണ്ട് സൈഡ് കൂർത്തിരിക്കുന്നതിന്റെ അകത്ത് നമ്മൾ ചില വെടിമരുന്നുകൾ നിറച്ചു പോയി വീഴുമ്പോൾ പൊട്ടിത്തെറിക്കാൻ. അപ്പം അവിടെയാണ് വെടിമരുന്നിരിക്കുന്നത്. ബാക്കി ആ റോക്കറ്റിന്റെ ബാക്കി സ്ഥലങ്ങളിലെല്ലാം ആ റോക്കറ്റിന് അവിടെ എത്താനുള്ള ഫ്യൂവൽസ് ആണ് നിറച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ആ പേലോഡ് എന്ന് പറയുന്ന സാധനമാണ് അതിന്റെ തലയിരിക്കുന്ന ഭാഗം. അപ്പൊ പേലോഡിന്റെ അവിടെ നിങ്ങൾക്ക് എന്ത് വെക്കാം? വെടിമരുന്ന് വെക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ വേണമെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ വെക്കാം. അതുകൊണ്ടാണ് ഈ സാധനം എന്താണ് ന്യൂക്ലിയർ ഇനേബിൾഡ് എന്ന് നമ്മൾ പറഞ്ഞ അതിന്റെ അർത്ഥം. അതിന്റെ അറ്റത്ത് ന്യൂക്ലിയർ സാധനം വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പോയി വീണാൽ എന്തുണ്ടാവും? പോയി വീണാൽ അവിടെ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ വരാം. പൃഥ്വി 1 സർഫസ് ടു സർഫസ് 150 കിലോമീറ്റർ റേഞ്ചിൽ 1000 കിലോഗ്രാം പേലോഡ് വെച്ച് പോകും. ആർമിക്ക് കൊടുത്തിരിക്കുന്ന വേർഷൻ ആണ്. ഇനി പൃഥ്വി 2 ദാറ്റ് ഈസ് സർഫസ് ടു സർഫസ് 350 കിലോമീറ്റർ റേഞ്ചിൽ എയർഫോഴ്സിന് കൊടുത്ത വേർഷൻ ആണ്. അതിന്റെ പേലോഡ് 500 ഉള്ളൂ. പൃഥ്വി 3 എന്ന് പറഞ്ഞാൽ 350 കിലോമീറ്റർ റേഞ്ചിൽ പോകും, നേവിക്ക് കൊടുത്തതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഓർത്ത് വെച്ചു. The third point is പൃഥ്വി. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് സിപ്രി, സെക്കൻഡ് വൺ ഈസ് സെക്ഷൻ 295 IPC, തേർഡ് വൺ ഈസ് പൃഥ്വി 2. ഇത്രയും എല്ലാവരും നന്നായിട്ട് ഓർത്ത് വെക്കണം. നാലാമത്തേതാണ് സൂപ്പർ മൂൺ എന്നൊരു കൺസെപ്റ്റ്. ഈ സൂപ്പർ മൂൺ എന്നൊരു കൺസെപ്റ്റ്, അതിനൊരു ഐഡിയ. സൂപ്പർ മൂൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ മൂണിനെ വളരെ വലുതായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാനൊരു പടം വരയ്ക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കറിയാം, ഞാനൊരു പടം വരച്ച, യെസ്, ഇങ്ങനെ പടം വരച്ചിരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു മൂൺ, ഇത് മൂണ് നിൽക്കുവാണ്. ഇത് നമ്മുടെ എർത്ത്, ദിസ് മൂൺ. ഓക്കെ, അപ്പൊ ഈ എർത്തിൽ നിൽക്കുന്ന ആൾക്ക് ഈ മൂൺ എന്തായിരിക്കും? ഈ മൂൺ ഇത്രയും ദൂരത്തിലാണ്. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ.
ഒരു മിനിറ്റ്, ഒരു കോൾ ഇടയ്ക്ക് വന്നവരാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, എല്ലാവരും ശ്രദ്ധിച്ചേ. ഇവിടെ എർത്ത് എന്നൊരു സാധനം നമ്മൾ സെന്ററിൽ വെച്ചു, മൂൺ എന്നൊരു സംഭവം ഇവിടെ വെച്ചു. അപ്പൊ ഈ എർത്തും മൂണും, മൂൺ എന്ന് പറഞ്ഞ സാധനം സ്വാഭാവികമായിട്ട് നമുക്കറിയാം എർത്തിന്റെ ചുറ്റും ഒരു ഓർബിറ്റ്. സാറേ വോയിസ് ബ്രേക്ക് ഉണ്ട് സാർ. അപ്പൊ എർത്തിന്റെ മൂണിന്റെയും ഇടയ്ക്കുള്ള സാറേ വോയിസ് ബ്രേക്ക് ഉണ്ട്. ഡിസ്റ്റൻസ്. അയ്യോ, വോയിസ് ബ്രേക്ക് ആവണോ? അതെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെടാ, ഒന്നുകൂടെ ഹോൾഡ് ചെയ്ത്, ഒരു ഫോൺ കോൾ ഇടയ്ക്ക് വരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ഓക്കെ സാറേ. ഓക്കെ ഓക്കെ ഓക്കെയാണ്. യെസ്, ഇപ്പൊ ഓക്കെ ആയോ? യെസ് ആരുമില്ലടെ ഇവിടെ. അന്നേ, ആതിര കേക്കാമോ? യെസ് സർ, ഓക്കെയാണ്. ശരി ശരി. അന്ന ഓഡിബിൾ ആണോ? ഓക്കെ സർ. ഭരദ്വാജ് ഓഡിബിൾ ആണോടാ? ഓക്കെ സാർ. ക്രിസ്റ്റി, സർ ഇപ്പൊ കേൾക്കാം. ധീരജ്, വെരി ഗുഡ്. അപ്പോ ഈ ഭയങ്കര രസമുള്ളൊരു ടോപ്പിക്കാണിത്. ദാറ്റ് ഈസ് ഈ എർത്തിന്റെ മൂണിന്റെ ഒക്കെ ലൊക്കേഷൻ. ഈ മൂൺ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം സാറ്റലൈറ്റ്, നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് എർത്തിന്റെ, ഓട്ടോമാറ്റിക്കലി ഉള്ളതാണ്, പണ്ട് തൊട്ടേ ഉള്ളത്. അപ്പം ഈ ഒരു മൂണിന്റെയും ഈ എർത്തിന്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈ ഡിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം ഈ മൂൺ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പം ഈ ദൂരം കൂടുതൽ, എർത്തിൽ നിന്ന് ഓർബിറ്റിൽ മൂൺ ഏറ്റവും ദൂരത്തിൽ പോവുകയാണെങ്കിൽ, ഏറ്റവും ദൂരം കൂടുതലാണെങ്കിൽ ആ ദൂരത്തിനെ നമ്മൾ പറയുന്നതാണ് അപ്പോഗി. ഏറ്റവും അടുത്ത് ആണ്, ഓർബിറ്റിന് അടുത്ത് വരുന്ന സമയത്ത് വരുന്നതിന് നമ്മൾ എന്ത് പറയും? പെരിഗി. ഇങ്ങനെയാണ് പറയാം ഈ ഡിസ്റ്റൻസിന് കേട്ടോ. അപ്പം കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ നമുക്ക് പറയാം. അപ്പോഗി എന്ന കൺസെപ്റ്റ്, അപ്പോഗി എന്ന പോയിന്റിൽ മൂൺ വരുമ്പോൾ ഈ ഭൂമിയിൽ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും മൂൺ വളരെ ചെറുതായിട്ടാണ് തോന്നുക, സ്മോൾ ആയിട്ടാണ് തോന്നുക. കാരണം എന്താ? ദൂരത്തിലാണ് നിൽക്കണേ
എന്നാൽ പെരുകി എന്ന് പറയുമ്പോൾ എന്താണ്? മൂൺ ഇങ്ങനെ കറങ്ങി എർത്തിനോട് വളരെ അടുത്ത് തോന്നും. അപ്പൊ മൂൺ എന്തായിട്ട് വരും? വളരെ വലുതായിട്ട് വരും. വലുതായിട്ട് തോന്നും. മൂൺ ഒരുപോലെ തന്നെ ആയിരിക്കും, പക്ഷെ വലുതായിട്ട് തോന്നും. അപ്പൊ ഈ മൂൺ ദൂരെ പോകുന്ന അടുത്ത് വരുന്നതനുസരിച്ച് മൂൺ സ്മോൾ ആവാം അല്ലെങ്കിൽ ബിഗ് ആവാം. അപ്പൊ ബിഗ് ആയിട്ടുള്ള മൂണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൂപ്പർ മൂൺ എന്ന് വിളിക്കുന്നത്. സൂപ്പർ മൂൺ. ഇന്ത്യയില് നമ്മൾ അതിനെ ബുദ്ധന്റെ പേരിലൊക്കെയാണ് പറയുന്നത്. ദാറ്റ് ഇസ് ബുദ്ധ പൂർണിമ എന്ന് പറയും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കും ഉണ്ട് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട്. യു വാച്ച് ദ മൂവി, ഒരു സിനിമയുണ്ട്, ഹിന്ദി പടമാണ്, പരമാണു എന്നൊരു പടമുണ്ട്. ദാറ്റ് മൂവി ഈസ് ഒരു പേര് മറന്നുപോയി. ജോൺ അബ്രഹാം അബ്രഹാമിന്റെ അല്ലേ? ജോൺ അബ്രഹാമിന്റെ ഒരു മൂവിയാണ് ജോൺ അബ്രഹാം. അപ്പൊ ഇതിന്റെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ, അതിന്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇന്ത്യൻ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് APJ അബ്ദുൽ കലാമാണ്. അവര് ഇന്ത്യയില് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, അത് പൊക്രാനിലാണ് നടന്നത്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പൊക്രാൻ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ഡെസേർട്ട് ആണ്. അപ്പൊ രാജസ്ഥാനിലെ ഡെസേർട്ടിൽ പൊക്രാൻ എന്നൊരു ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുവാണ്. അപ്പൊ നിങ്ങൾ മുമ്പേ കണ്ടില്ലേ, സിപ്രി എന്നൊരു സാധനം, അങ്ങനെ ഒരു സ്ഥാപനങ്ങൾ. അപ്പൊ അവരെല്ലാം ഈ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചു നോക്കും. അത് തടയാൻ വേണ്ടിയാണ്. അപ്പൊ ഇന്ത്യയുടെ ഡെസേർട്ടില്, രാജസ്ഥാൻ ഡെസേർട്ടില് ഇങ്ങനെ ടെസ്റ്റിന് വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അവിടെ ഈ ബോംബ് പൊട്ടിച്ച് ട്രയൽ നോക്കാൻ വേണ്ടി നമ്മുടെ സയന്റിസ്റ്റുകൾ പ്ലാൻ ചെയ്തു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സയന്റിസ്റ്റുകൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് അറിയാമോ? ഈ മറ്റു രാജ്യങ്ങളുടെ സാറ്റലൈറ്റ് ഈ ഇന്ത്യയുടെ മുകളിൽ കൂടെ പോകുമ്പോൾ ഈ രാജസ്ഥാനിന്റെ മുകളിലെ ഡെസേർട്ട് ഒക്കെ സ്കാൻ ചെയ്ത് പോകും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തുന്ന കണ്ടു കഴിഞ്ഞാൽ അവരുടനെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ചെയ്ത ഒരു വലിയ ബുദ്ധി എന്ന് പറയുന്നത്, ഈ രാജസ്ഥാൻ നിങ്ങൾ നോക്കിക്കേ, രാജസ്ഥാൻ ഡെസേർട്ടിൽ മുഴുവൻ എന്താണ്? മറ്റേ പൂഴിമണ്ണാണ്. ഈ പൂഴിമണ്ണിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പൂഴിമണ്ണ് തിളങ്ങും. അപ്പം ഈ ഒരു പെരുകി എന്നുള്ള സമയത്ത്, പെരുകി എന്ന് പറഞ്ഞാൽ എന്താ? മൂൺ എർത്തിനോട് വളരെ അടുത്ത് വരുന്ന സമയത്ത് ഈ രാജസ്ഥാൻ മരുഭൂമിയുടെ മുകളിൽ വളരെ അടുത്ത് ഫുൾ മൂൺ വരും, വലിയ മൂൺ വരും. അപ്പൊ വലിയ മൂണ് രാജസ്ഥാൻ മരുഭൂമിയുടെ അടുത്ത് വരുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിപ്പോ ഭൂമിയാണ്, ഓക്കെ, ഇത് രാജസ്ഥാൻ മരുഭൂമിയാണ്. ഇതിലൂടെയാണ് അവന്മാരുടെ സാറ്റലൈറ്റ് പോകുന്നത്. ഇതിന്റെ ബാക്കിലാണ് മൂൺ നിൽക്കുന്നത്. അപ്പൊ സാറ്റലൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു സംഭവം ബോംബ് പൊട്ടിച്ചാൽ ആ ബോംബിന്റെ ലൈറ്റ്, അണുബോംബല്ലേ നമ്മൾ പൊട്ടിക്കണം, ന്യൂക്ലിയർ ബോംബാണ് നമ്മൾ പൊട്ടിക്കുന്നത്. അപ്പൊ ആ ലൈറ്റ് സ്വാഭാവികമായിട്ടും ആര് കാണും? ഈ സാറ്റലൈറ്റ് ഇതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അവര് കാണും. അപ്പൊ നമ്മൾ എന്താ പ്ലാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യൻ സയന്റിസ്റ്റുകൾ പ്ലാൻ ചെയ്യുവാണ്, ഈ മൂൺ എപ്പോഴാണോ ഈ രാജസ്ഥാൻ മരുഭൂമിയുടെ വളരെ അടുത്ത് വരുന്നത്, മാത്രമല്ല അന്നൊരു ഫുൾ മൂണും ആയിരിക്കണം, ഫുൾ മൂൺ ഡേയും വളരെ അടുത്ത് വരുന്നതുമായ ഒരു സമയം നോക്കിയിട്ട് ഈ രാജസ്ഥാൻ മരുഭൂമിയിൽ ഒരു ബോംബ് പൊട്ടിച്ചാൽ ഈ മൂണിൽ നിന്ന് വരുന്ന സൺലൈറ്റ്, മറ്റേ ലൈറ്റ് ഉണ്ടല്ലോ, വൈറ്റ് ലൈറ്റ് കാരണം ഈ രാജസ്ഥാൻ മരുഭൂമിയിലെ മണൽ മുഴുവൻ ആ ലൈറ്റിനെ അങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ എന്താ? ഭയങ്കര വെളിച്ചമായിരിക്കും. ആ വെളിച്ചത്തിന്റെ നടുക്ക് വെച്ച് നിങ്ങൾ എന്ത് ബോംബ് പൊട്ടിച്ചാലും അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന സാറ്റലൈറ്റിന്റെ ക്യാമറയ്ക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അന്നത്തെ കാലത്ത്, ഇന്ന് ടെക്നോളജി വലുതായിട്ടുണ്ട്, എനിവേ അന്ന് പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം നടത്തിയിട്ടാണ് അന്ന് DRDOയും DRDOയുടെ തലവൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു APJ തന്നെയാണ് എന്റെ ഓർമ്മ. APJക്ക് അന്നൊരു കോഡ് പേരുണ്ടായിരുന്നു, ദ്രോണ എന്നായിരുന്നു ഷോർട്ട് ഫോമില് കോഡ് വിളിച്ചിരുന്നത്. അങ്ങനെ എല്ലാ സയന്റിസ്റ്റുകൾക്കും ഓരോ കോഡ് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ദ്രോണനും പിള്ളേരും കൂടെ എന്ത് ചെയ്തു? ഈ സമയത്താണ് രാജസ്ഥാൻ മരുഭൂമിയില് പൊക്രാനില് അണുബോംബ് പൊട്ടിക്കുന്നത്, ട്രയല്. അപ്പൊ സാറ്റലൈറ്റിന് കിട്ടിയോ? ഇല്ല. അപ്പം USA അടക്കമുള്ള, റഷ്യ അടക്കമുള്ള ഒരാൾക്ക് മനസ്സിലായില്ല ഇവിടെ ഇത് ബോംബ് പൊട്ടിയ കാര്യം. എന്നിട്ട് അടുത്ത ദിവസം നമ്മള് പത്രസമ്മേളനം നടത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ സമയത്ത് ബോംബ് പൊട്ടിച്ചു. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു മിഷനെ, APJ അബ്ദുൽ കലാമിന്റെ കീഴിൽ നടത്തിയ ഈ ഒരു മിഷനെ വിളിക്കുന്ന പേരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇറ്റ്സ് കോൾഡ് ആസ് ബുദ്ധ സ്മൈലിംഗ് ഓർ ലാഫിംഗ്. എന്തുകൊണ്ടാ ബുദ്ധ എന്നുള്ള പേര് വന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബുദ്ധനോടുള്ള സ്നേഹം കൊണ്ടല്ല, ബുദ്ധ പൂർണിമ ദിവസമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ബുദ്ധ പൂർണിമയെ സെലക്ട് ചെയ്തു? ഇറ്റ് ഈസ് ദ ഡേ വെൻ മൂൺ കംസ് വെരി ക്ലോസ് ടു എർത്ത്. അറ്റ് ദാറ്റ് ടൈം ഇറ്റ്സ് ഇൻ ദ പെരുകി മോഡ്.
പെരുകിയ മോഡിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതാണ് ഈ സൂപ്പർ മൂൺ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം. ബാക്കിയുള്ളതെല്ലാം നോട്ട്സ് ആണ്, നിങ്ങൾക്ക് വായിക്കാം. അപ്പൊ സൂപ്പർ മൂണില് എന്താ ഉള്ളത്? സൂപ്പർ മൂൺ ഒക്കേഴ്സ് വെൻ ദ മൂൺ ഓർബിറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദ എർത്ത് അറ്റ് ദ ടൈം ദാറ്റ് ദ മൂൺ ഈസ് ഫുൾ. അപ്പൊ അവിടെ പെരുകിയും അപ്പോകുകയും എന്താന്ന് ഞാൻ പറഞ്ഞു തരും. അപ്പം നമ്മൾ ഇതുവരെ നോക്കിയ ഒന്നുകൂടെ റിവൈസ് ചെയ്താല്, ഒന്നിസ് ഫ്രജൈലില്, ദാറ്റ് ഈസ് സിപ്രി, സെക്ഷൻ 295A IPC, തേർഡ് ഈസ് പൃഥ്വി 2, ഫോർത്ത് ഈസ് സൂപ്പർ മൂൺ. ഒരു നോട്ടിലൂടെ നമുക്ക് പറയാനുണ്ട്, ദാറ്റ് ഈസ് കാലിക മാതാ ടെമ്പിൾ. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ടെമ്പിൾ നോക്കിയിരുന്നു. അതുപോലെ ഒരു ടെമ്പിൾ ആണ് കാലിക മാതാ ടെമ്പിൾ. ഇത് ഗുജറാത്തിലാണ്. മറ്റേ നമ്മൾ ജമ്മു കാശ്മീരിലാണ് കീർ ഭവാനി ടെമ്പിൾ കഴിഞ്ഞ ദിവസം നോക്കിയത്. ഇത് ഗുജറാത്തിലാണ്. ഓക്കെ, അത് പവർഗഡ് ഹിൽസ്, ഒരു മലയുടെ മുകളിലുള്ള പവർഗഡ് ഹിൽസില് ഒരു ഗുജറാത്ത് ജില്ലയിൽ, ഗുജറാത്ത് സംസ്ഥാനത്ത് ആൻഡ് പച്മഹൽ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു ടെമ്പിൾ. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇറ്റ് ഈസ് ദ 11th century ടെമ്പിൾ കോംപ്ലക്സ്. വളരെ പുരാതനമായിട്ടുള്ള ഒരു ടെമ്പിൾ കോംപ്ലക്സ് ആണ്. അപ്പൊ ഇതില് ഒരു കോൺഗർ, പണ്ടത്തെ കാലത്ത് ഇൻവാഷൻ ഉണ്ടായിരുന്നു, സുൽത്താൻമാരുടെ എൻട്രി ഉണ്ടായിരുന്നു. സുൽത്താൻ മെഹമ്മൂദ് ബാഗ്ഡ കോൺഗേർഡ് ദ ചെമ്പനീർ ആൻഡ് ഈ അമ്പലമൊക്കെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് അവിടെ ഒരു സദൻ ഷാ പീർ, ഒരു ചെറിയ പള്ളി പോലത്തെ ഒരു ഫക്കീർ, ഒരു ഹിന്ദു ഫക്കീറാണ്, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കുഞ്ഞ് ടെമ്പിൾ പോലെ അവിടെ തന്നെ പണിത്. അപ്പൊ എന്താണ് റീസെന്റ് സംഭവിച്ചത് വെച്ചാൽ, ഈ ഹസ്രത്ത് സദൻ ഷാ വാലി പീർ ദർഗ മീൻസ് കുഞ്ഞു പള്ളി, അതിനെ അവിടുന്ന് പതുക്കെ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു സ്ഥലം കൊടുത്ത് സെറ്റിൽ ചെയ്തു. നമ്മളിപ്പോ അയോധ്യ സെറ്റിൽ ചെയ്ത പോലെ. അങ്ങനെ ഗുജറാത്തില് അത് സെറ്റിൽ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ടെമ്പിള് അവിടെ നിർമ്മിച്ചു എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ് ന്യൂസ്. മാത്രമല്ല, ഈ പവർഗ എന്ന് പറയുന്ന ആ ഒരു ജില്ല അല്ലെങ്കിൽ ആ ഒരു മല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചെമ്പനീർ പവർഗഡ് ആർക്കിയോളജിക്കൽ പാർക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണത്. ഇത് വൺ ഓഫ് ദ ഗ്രേറ്റ് ഹോളി ശക്തിപീഠം എന്നും പറയും. ഹിന്ദു മിത്തോളജിയിൽ ശക്തിപീഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സതി എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. സതി, ദാറ്റ് മീൻസ് പരമശിവന്റെ ലൈൻ, വൈഫ് എന്ന് പറയാൻ പറ്റില്ല, സ്നേഹം. ഈ സതിയുടെ മരണശേഷം, ഐ മീൻ ഒരു കുറച്ച് കഥയാണ്, പിന്നീട് നിങ്ങൾ സമയം പോലെ അന്വേഷിച്ചു. ഈ സതിയുടെ ബോഡി പാർട്സ് പല സ്ഥലങ്ങളിലും വീണിട്ടുണ്ടെന്ന് പറയാം. സോ മിത്തോളജിക്കൽ കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെ വീണ ഒരു സ്ഥലമാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ ഇതിനെ എന്താ വിളിക്കുക? ശക്തിപീഠം. പിടാസ് കുറെ എണ്ണം ഉണ്ട് പല സ്ഥലങ്ങളിൽ. ഇപ്പൊ കണ്ണ് വീണു, മൂക്ക് വീണു, മുടി വീണു, അങ്ങനെ ഓരോ സ്ഥലങ്ങൾ പറയും. ഓക്കെ, സോ ദാറ്റ് ഈസ് പരമശിവന്റെ സതി. ഈ സതി പിന്നീട് റീഇൻകാർണേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ കേട്ടിട്ടുള്ള പാർവതി ഉണ്ടാവുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ എ കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെ ഒരു കഥയും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ടെമ്പിളും ആണ് കാളിക മാതാ ടെമ്പിൾ. ഓക്കെ, സോ ഇത് നിങ്ങൾ ഓർത്തു വെച്ചേക്കാം. ആൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഓക്കെ, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും ആണിത്. അപ്പൊ നമ്മൾ ഈ ഒരു ഷീറ്റില് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ന്യൂക്ലിയർ ഡിസാർമെന്റ് ആണ് സിപ്രി, ആൻഡ് നെക്സ്റ്റ് ഈസ് സെക്ഷൻ 295A of IPC, and third is Prithvi 2, and fourth is super moon, fifth is Kalika Mata temple. ഈ 5 പോയിന്റ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു കൻ ആസ്ക് മീ നൗ പ്ലീസ്. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഹസ്ന, ഡൗട്ട് ഉണ്ടോ? ഇല്ല. മരിയ? ഇല്ല സാർ, എല്ലാം ക്ലിയർ ആണ്. മേരി? മേരി ജോ? ക്ലിയർ ആണ്. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റിലേക്ക് നമുക്ക് പോവാം. ഒരെണ്ണം ഉണ്ട്, നെക്സ്റ്റ് ഷീറ്റ് എടുക്കാം. ദാറ്റ് ഈസ് 8th ഷീറ്റ്. സ്റ്റാർട്ട്. ഇതും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മിനിറ്റ്, ഞാൻ അതിലൊരു സാധനം വിട്ടുപോയി, അത് പറയാൻ വിട്ടുപോയി. ഓക്കെ, വൺ മിനിറ്റ് ഹോൾഡ് ഓൺ പ്ലീസ്. അടുത്തതാണ്, എന്നാലും അതിലൊരു കാര്യം മിസ് ചെയ്ത് പോയി, ഞാൻ പറയാം. നമ്മൾ ആ ടെമ്പിൾ എന്ന് പറഞ്ഞപ്പോഴേ ആ ടെമ്പിളിൻ്റെ അകത്ത് ഒരു വാക്ക് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ നോട്ട് പിന്നെ എടുക്കാം, ഇനി ഓർത്താൽ മതി. അതിലെ ഇന്ത്യയിലെ ഈ ടെമ്പിൾസ് 3 രീതിയിൽ പണിയും. ഓക്കെ, സോ ടെമ്പിൾ
ടെമ്പിൾ ആർക്കിടെക്ചർ. ഓക്കെ, സോ ഇന്ത്യൻ ടെമ്പിൾ ആർക്കിടെക്ചർ 3 സ്റ്റൈലിലാണ് ഉണ്ടാവുക. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സാധനമാണ്. ഒന്ന് നഗര ടൈപ്പ് എന്ന് പറയും. നഗര അതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നോർത്ത് ഇന്ത്യൻ ടൈപ്പ്, നോർത്ത് ഇന്ത്യൻ. രണ്ടാമത്തെ സാധനം ദ്രാവിഡ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, സൗത്ത് ഇന്ത്യൻ ടൈപ്പ്. മൂന്നാമത്തെ സാധനം ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കാം. മൂന്നാമത്തെ സാധനമാണ് വെസറ. വെസറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിക്സ് ഓഫ് ഈ രണ്ടിന്റെ മിക്സ് ആയിട്ടാണ് പോവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 ടൈപ്പില് നമ്മൾ പറയാറുണ്ട്. പിന്നെ ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട്, അതുകൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അമ്പലങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഞാനിത് ചെറിയ പരീക്ഷ കണ്ടിട്ടില്ല, SSC പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ റെയിൽവേ പരീക്ഷയ്ക്കൊക്കെയാണ് മനസ്സിലാക്കി വെക്കാറുണ്ട്. ടെമ്പിൾസിന്റെ ഒരു ഷേപ്പ് ഈ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കും. അപ്പൊ നിങ്ങൾ നോക്കിയാൽ, ഇപ്പൊ ഒരു ടെമ്പിൾ നോക്കിയാൽ ആ ടെമ്പിൾ ഇതാ ഇങ്ങനെ ഇരിക്കും. ഒരു മിനിറ്റ്, ഞാൻ വരയ്ക്കുവാണ്. മനോഹരമായ ഒരു വര. ഓക്കെ, ടെമ്പിളിനൊരു വിത്ത്, ഈ ടെമ്പിളിന്റെ ഈ മുകളിലൊരു ഇങ്ങനെ ഒരു കുടം പോലെ സാധനവും അതിന്റെ അടുത്തൊരു കമ്പും കാണും. എല്ലാ ടെമ്പിളും അല്ല, ഓൾമോസ്റ്റ് ഷേപ്പ് ഞാൻ പറയണ മാത്രമല്ല കേട്ടോ, ഒരു കമ്പുണ്ട്. ഓക്കെ, ഇതിന്റെ കറക്റ്റ് നടുക്കൂടെ ഒരു കമ്പ് ഇങ്ങനെ പോയിട്ട് ഇതിന്റെ സെൻട്രൽ പോർഷനിലാണ് ഈ ഓരോ വിഗ്രഹങ്ങളെ വെക്കുക. ഓക്കെ, അപ്പൊ വിഗ്രഹങ്ങളെ വെക്കുന്ന സ്ഥലത്തിനെ നമ്മൾ ഗർഭഗൃഹ എന്ന് പറയും. ഗർഭഗൃഹത്തിലാണ് വിഗ്രഹം ഇരിക്കുന്നത്. എന്നിട്ട് ഈ പൊങ്ങിയിരിക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ ഒരു ഷെയ്ഡ്, ഈ സൈഡ്, ഇതിനാണ് വിമാന എന്ന് പറയാം. വിമാന. ഓക്കെ, വിമാനം. ഇതിന്റെ മുകളില് മകുടം നമ്മൾ പറയില്ല, പള്ളിയുടെ അമ്പലത്തിലൊക്കെ നമ്മൾ മകുടം ഉണ്ടാവും. സോ വി കോൾഡ് ആസ് എ ക്യാപ് സ്റ്റോൺ. ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി പറയുന്നതാണ്. മുമ്പത്തെ ആ കാളികമാത ടെമ്പിളില് നമ്മളൊരു സ്റ്റൈല് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റൈല് ഈ പറഞ്ഞതുപോലെ നഗര ആർക്കിടെക്ചറാണ്. കാരണം അത് നിങ്ങൾക്ക് അറിയാം, ഗുജറാത്ത് സൈഡ് ആയതുകൊണ്ട് അങ്ങനെ വരുന്നു. അത് നോർത്തേൺ അമ്പലം ആയതുകൊണ്ട്. ഇനി ഇതിന്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഒരു തള്ളി നിൽക്കുന്നുണ്ടല്ലോ, ഇതാണ് മണ്ഡപ. നമുക്കറിയാം, കല്യാണ മണ്ഡപം എന്ന് പറയുന്ന പോലെ മണ്ഡപ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2-3 പേരുകൾ ഓർത്ത് വയ്ക്കുക. അപ്പൊ ഒരു എക്സാമിന് ഞാനിത് കണ്ടുപിടിക്കാൻ ഇൻട്രസ്റ്റ് ചെയ്യേണ്ടത് വിമാനം എന്താന്ന് ചോദിച്ചു. വിമാനം അത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം എത്ര ടൈപ്പ് ടെമ്പിൾ ആർക്കിടെക്ചർ ഉണ്ട്? ഒന്ന് നഗര, ദ്രാവിഡ, വേസര എന്ന് പറയുമ്പോൾ മിക്സ് ആണ്. ഓക്കെ, അപ്പൊ ദ്രാവിഡ ടൈപ്പ് ടെമ്പിൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ഈ തിരുവനന്തപുരത്തുള്ള പത്മനാഭ സ്വാമി ടെമ്പിൾ ഇങ്ങനെ മുകളിലോട്ട് വലിയ ഇങ്ങനെ ഓട്ടയൊക്കെ വെച്ചിട്ട് വലിയ സാധനമുണ്ട്, ഗോപുരങ്ങളുണ്ടോ, ഹെവി ഗോപുരങ്ങളാണ്. ദ്രാവിഡ ടെമ്പിൾസിന്റെ ഹൈലൈറ്റ് അതാണ്. ഓക്കെ, ഹെവി ഗോപുരം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കമ്പാരിസൺ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്താൽ മതി, ഇപ്പോ മധുരൈ മീനാക്ഷി ടെമ്പിൾ ഓഫ് തമിഴ്നാട്ടിലുള്ള അതും, അതുപോലെ തന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് പണിതിട്ടുള്ള ഏതമ്പലമുള്ള വേണ്ട, കേദാർനാഥ് ടെമ്പിളും കമ്പയർ ചെയ്താൽ. അപ്പൊ കേദാർനാഥ് ടെമ്പിളിലാണ് നിങ്ങൾ നോക്കുമ്പോൾ നഗര സ്റ്റൈൽ കാണും. ഞാനിപ്പോ ഈ പറഞ്ഞ പോലത്തെ ഷേപ്പ് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി. ദെൻ മധുര മീനാക്ഷി ടെമ്പിൾ നോക്കിയാൽ ഈ മണ്ഡപങ്ങൾ, വലിയ ഗോപുരങ്ങൾ കാണാം. ദാറ്റ് ഈസ് എന്ത്, ദ്രാവിഡ സ്റ്റൈൽ. ഇത് മിക്സ് രണ്ടുകൂടെ, അതായത് മണ്ഡപവും കാണുന്നുണ്ട്, വിമാനവും കാണുന്നുണ്ടെങ്കിൽ അത് വേസര ടൈപ്പ്. ഓക്കെ, വേസര ടൈപ്പ് ഉണ്ട്. അതും ഇങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ടെമ്പിൾ ആർക്കിടെക്ചർ എന്നുള്ള കൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത ഒരു ഷീറ്റിലേക്ക് വരാം. അടുത്ത ഷീറ്റില് ആദ്യത്തെ ഉള്ള അറ്റപ്പാക്ക ബേർഡ് സാഞ്ചുറിയാണ്. ബേർഡ് സാഞ്ചുറി എന്താണെന്ന് നമുക്കറിയാം. മൈഗ്രേറ്ററി ബേർഡ്സ് ആണ് മെയിൻ ആയിട്ട്. മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കത്തില്ല, അവര് പറന്നു പോകരുത്. അപ്പൊ അവര് പറന്ന് അടുത്തടുത്ത് പോകുന്നു, അവിടുന്ന് പറന്ന് അടുത്ത് അങ്ങനെ പോകും. എന്നിട്ട് ഒരു സ്ഥലത്ത് മുട്ടയിടുവാണെങ്കിൽ അടുത്ത സ്ഥലത്തായിരിക്കും അവര് ഫുഡ് കഴിക്കാൻ പോവാ. അപ്പൊ അങ്ങനെ പൊക്കൊണ്ടിരിക്കും. അപ്പൊ ഇന്ത്യയില് കൊലേരു ലേക്ക് എന്ന് പറഞ്ഞാൽ എവിടെയാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞു വെക്കണം. നമുക്കറിയാം, അപ്പൊ ഇന്ത്യയുടെ പടം നിങ്ങൾ വരച്ചു നോക്കിയാൽ അത് ഗുജറാത്ത് സൈഡിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് കാര്യം. അപ്പൊ ഈ ഒരു ഏരിയ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഈ ഒരു ഏരിയ ഇല്ലേ, ഇതിലൂടെയാണ് കൃഷ്ണയും ഗോദാവരി റിവറും പോണെ. കൃഷ്ണ ഗോദാവരി റിവർ. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ ഈസ്റ്റേൺ സൈഡ് ഇത് ഇന്ത്യയുടെ വെസ്റ്റേൺ സൈഡും ഇത് ഈസ്റ്റേൺ സൈഡുമാണ്.
ഈസ്റ്റേൺ സൈഡിന് ഹൈറ്റ് കുറവും വെസ്റ്റേൺ സൈഡിന് ഹൈറ്റ് കൂടുതലും. അപ്പം മിക്ക റിവേഴ്സും ഇവിടുന്ന് നിങ്ങളുടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഒഴുകി ഒഴുകി വന്നിട്ട് ഈ സൈഡിലുള്ള ബേ ഓഫ് ബംഗാളിൽ വന്ന് വീഴാറാണ് പതിവ്. അങ്ങനെ റിവേഴ്സ് ഇവിടുന്ന് ഒഴുകി ഒഴുകി വന്ന് വീഴുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഈ തീരങ്ങളിലെല്ലാം ചെറിയ ചെറിയ മണലുകൾ അല്ലെങ്കിൽ ചെളി കൊണ്ടുവന്ന് അടിഞ്ഞടിഞ്ഞ് കൂടുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ അടിഞ്ഞു കൂടും, ചെടി അടിഞ്ഞു കൂടും. അപ്പൊ ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന ആ ചെറിയ മണ്ണ് കൊണ്ടുള്ള ആ ചെറിയ പുറ്റുകളെ അല്ലെങ്കിൽ ആ ചെറിയ തീരങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൽറ്റാസ്. അപ്പം നിങ്ങൾക്കറിയാം, ഗോദാവരിക്ക് ഡെൽറ്റ ഉണ്ടോ? ഉണ്ട്. കൃഷ്ണയ്ക്ക് ഡെൽറ്റ ഉണ്ടോ? ഉണ്ട്. ഗംഗയ്ക്ക് ഡെൽറ്റ ഉണ്ടോ? ഉണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും സ്പീഡിൽ ഉണ്ടാകുന്നതുമായ ഡെൽറ്റ ഗംഗയുടെയാണ്. ദാറ്റ് ഈസ് സുന്ദർബൻ ഡെൽറ്റ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ അതുപോലെ ഒരു ഡെൽറ്റ ഈ ഗോദാവരി കൃഷ്ണ റിവറിന്റെ അവിടെ ഉണ്ട്. അപ്പൊ അത് എവിടെയാണ് ഏകദേശം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഈ ഡെൽറ്റയും അതുപോലെ തന്നെ ഈ വെള്ളം ഒഴുകി പോകുന്ന, അതായത് കൃഷ്ണ ഗോദാവരി ഒഴുകി പോകുന്ന ഈ സ്ഥലത്തിനോട് ചേർന്ന് ഒരു ചെറിയ നദിയുണ്ട്. ആ നദിയാണ് കൊലേരു ലേക്ക്. ഓക്കെ, ദാറ്റ് ഈസ് ദ പോയിന്റ്. ഈ കൊലേരു ലേക്കിന്റെ അടുത്താണ് അറ്റപ്പാക്ക ബേർഡ് സാഞ്ചുറി. ഇത്രയേ ഉള്ളൂ പോയിന്റ്. അപ്പൊ ഈ ബേർഡ് സാഞ്ചുറിയുടെ ഹൈലൈറ്റ് എന്താണ്? അവിടെ ഈ മൈഗ്രേറ്ററി ബേർഡ്സ് വന്നിരിക്കും. അപ്പൊ അവിടെ അതിൽ വരുന്ന സ്പെഷ്യൽ ആൾക്കാരാണ് ഇമ്പോർട്ടന്റ്. ഗ്രേ പെലിക്കൺ ആൻഡ് പെയിന്റഡ് സ്ട്രോക്സ്. നല്ല രസമാണ്. അതിന്റെ ഫോട്ടോ നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവരെന്തിനാണ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത് ചോദിച്ചാല്, ഈ പക്ഷികളെ കുറിച്ചൊക്കെ പഠിക്കാനും അവരിൽ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ട്, ചത്തുപോയി, ചാകാൻ പോകുന്നവർ എത്ര പേരുണ്ട്, ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ എടുക്കുന്ന ഒരു ഏജൻസി, ഇന്റർനാഷണൽ ഏജൻസി ഇന്ന് നിലവിലുണ്ട്. ആ ഏജൻസിയാണ് IUCN. One minute. ഓക്കെ, സോ IUCN എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ IUCN-ന്റെ പല പല ലിസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ ഇതിൽ എഴുതിയേക്കുന്ന റെഡ് ലിസ്റ്റ് എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ റെഡ് ലിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ആ ലിസ്റ്റിൽ കിടക്കുന്ന ജീവികളൊക്കെ ഇപ്പൊ തന്നെ ഇല്ലാതായി പോവാൻ, അല്ലെ ഡേഞ്ചർ ലിസ്റ്റിൽ കിടക്കുന്നത്. അപ്പം IUCN എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ. ഈ IUCN പല ലിസ്റ്റുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, IUCN പല ലിസ്റ്റുകളുണ്ട്. അപ്പൊ അതിലൊന്നാണ് റെഡ് ലിസ്റ്റ്. അപ്പൊ നമുക്ക് ആ ലിസ്റ്റുകൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കോഡിഫൈ ചെയ്യാൻ നോക്കാം. ഒന്നാമത്തെ ലിസ്റ്റ്, ദാറ്റ് ഈസ് എക്സ്റ്റിൻഡ് ലിസ്റ്റ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം തീർന്നുപോയി. ആ ലിസ്റ്റിൽ കിടക്കുന്ന ജീവികളൊക്കെ എന്താണ്? ആ ലിസ്റ്റിൽ കിടക്കുന്ന ജീവികളൊന്നും ഇപ്പോ ഇല്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം മാമത്ത്. എക്സാമ്പിൾ, മാമത്ത്. There is a movie you can watch is an animation movie. Ice Age എന്നൊരു മൂവി ഉണ്ട് കേട്ടോ. ഞാൻ 2 സിനിമകളുടെ പേര് പറഞ്ഞു. ഒന്ന് പരമാണു, കേൾക്കാനില്ല. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. നിങ്ങളുടെ ജീവിതവും നിങ്ങളും ക്ലാസ്സിലെ പടം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. സെറ്റായി. ഭരദ്വാജ്, നീ ഐസ് ഏജ് സിനിമ കണ്ടിട്ടുണ്ടോ? ഐസേജോ? ആ, ഐസേജ് കണ്ടിട്ടുണ്ട് സാറേ, ഓർമ്മയില്ലേ ഇപ്പൊ. മുമ്പ് കണ്ടത്. വൈഷ്ണവി, ഐസ് ഏജ് സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. സാം ഫ്രാങ്കോ, യെസ് സാർ പറയൂ. ഈ സിനിമ കണ്ടിട്ടുണ്ടോടാ? ഐസ് ഏജ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. അപ്പൊ ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഉണ്ട്. ആ സിനിമയില് അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആനിമേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇന്ന് ഭൂമിയിൽ ഇല്ലാത്തവരാണ്. അതാണ് ആ സിനിമയുടെ പ്രത്യേകത. സോ ബ്യൂട്ടിഫുള്ളി ഡൺ മൂവിയാണ്. ആൻഡ് എങ്ങനെയാണ് ലോകത്ത് ജീവികൾ ഇല്ലാതായെന്നൊക്കെ, അല്ലെങ്കിൽ ജീവികൾക്ക് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ വന്നതൊക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തു. നല്ല രസമുള്ള, കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. യു ക്യാൻ വാച്ച് ദ മൂവി എനിവേ. അപ്പം ഈ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN പല ലിസ്റ്റ് ഉണ്ട്. അതിൽ റെഡ് ലിസ്റ്റിനെ കുറിച്ചാണ് ഈ നോട്ടിലുള്ളത്. അപ്പൊ നമ്മൾ ഈ നോട്ടിന് പകരം അതിൽ വേറെ എന്തെങ്കിലും ലിസ്റ്റ് ഉണ്ടോ നോക്കി. അതിൽ ഒന്നാണ് എക്സ്റ്റിൻഡ് ലിസ്റ്റ്.
രണ്ടാമത്തെ ലിസ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ ലിസ്റ്റ് എക്സ്റ്റിൻഡ് ഇൻ ദ വൈൽഡ്. എക്സ്റ്റിൻഡ് തന്നെയാണ്, എക്സ്റ്റിൻഡ് ഇൻ ദ വൈൽഡ് എന്ന് പറയും അടുത്ത ലിസ്റ്റ്. ഓക്കെ, അത് വേറെ ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ കാടിനുള്ളിൽ വെച്ച് തന്നെ. അപ്പൊ എക്സാമ്പിൾ പറയാം, ഗോൾഡൻ ഫ്രോഗ് എന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഗോൾഡൻ ഫ്രോഗ് അത് ഈ പനാമ കേട്ടോ, പനാമ ഐലൻഡില് ആ ഒരു ഏരിയ, അമേരിക്കൻ സൈഡിലുള്ള പനാമ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നിടത്ത് ഒരു ഗോൾഡൻ ഫ്രോഗ് ഉണ്ട്. അത് എക്സ്റ്റെൻഡ് ഇൻ ദ വൈൽഡ് ഒരു ലിസ്റ്റാണ്. അടുത്ത മൂന്നാമത്തെ ലിസ്റ്റ് അവരുടേതാണ്. ദാറ്റ് ഈസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. അപ്പൊ മിക്കവാറും ഉടനടി തന്നെ ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് മൗണ്ടൻ ഗൊറില്ല, അതുപോലെ തന്നെയാണ് ബ്ലാക്ക് റൈനോ ഒക്കെ ഇല്ലാതായി പോവാണ്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, കുറച്ചെണ്ണേ ഉള്ളൂ, ഉടനടി തന്നെ അതിനെ സംരക്ഷിച്ചില്ലെങ്കിൽ അതില്ലാതായി പോകും. നാലാമത്തെ IUCN നാലാമത്തെ ലിസ്റ്റാണ് ക്രിട്ടിക്കലി എൻഡേഞ്ചറിന് പകരം എൻഡേഞ്ചർ. ഓക്കെ, എൻഡേഞ്ചർ ആണ്. അപ്പൊ എന്തായിരിക്കും അത്? അതും തീരെ. അപ്പൊ എൻഡേഞ്ചർ സ്പീഷീസ് ഏറ്റവും രസമുള്ള സാധനമാണ് ബ്ലൂ വെയിൽ. ആ ലിസ്റ്റിൽ ഓക്കെ, ബ്ലൂ വെയിൽ ഇല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് അഞ്ചാമത്തെ സ്ഥാനം എന്താ? വൾണറബിൾ എന്ന് പറയും. അവസ്ഥയാണ് വൾണറബിൾ എന്ന കണ്ടീഷനിൽ. ഏറ്റവും രസം, ലയൺ ഒക്കെ വൾണറബിളിനാണ് പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പോളാർ ബിയർ, ഹിമക്കരടി ഒക്കെ വൾണറബിൾ ആണ്. ഇനി ആറാമത്തെ ഒരു സാധനം കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് നിയർ ത്രട്ടൻഡ്. ഇതെല്ലാം ഒരേപോലെയൊക്കെ തന്നെ നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെ വളരെ സെൻസിറ്റീവ് ആയിട്ടാണ് അവരെ ലിസ്റ്റ് ഉണ്ടാക്കി. നിയർ ത്രട്ടൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീഷണിയുടെ അറ്റത്ത് നിൽക്കുവാന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ടൂണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറഞ്ഞ ചൂര, മീനില്ലേ, മീന്, ടൂണ. അല്ലെങ്കിൽ ജാഗ്വർ, കരിമ്പുലി. ഓക്കെ, ഇങ്ങനെയൊക്കെ. ഇനി ഏഴാമത് ഒരു സാധനം കൂടെ അവരുണ്ടാക്കിയിട്ടുണ്ട് ഈ റെഡ് ലിസ്റ്റ് ഒക്കെ കൂടാതെ, ദാറ്റ് ഈസ് ലീസ്റ്റ് കൺസേൺ. അത്രയും പേടിക്കണ്ട, എന്നാലും പേടിക്കണം. ഓക്കെ, എക്സാമ്പിൾ ആണ് ഈഗിൾ, വൂൾഫ് എക്സെട്ര. ഡോൾഫിൻ ഉണ്ട് കേട്ടോ, ഡോൾഫിൻ. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മളിപ്പോ പറഞ്ഞ നാഷണൽ പാർക്കിന്റെ അടുത്തുള്ള ഒരു ചെറിയ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, ലെറ്റ് മീ ചെക്ക്. അല്ലെ, പെട്ടെന്ന് മഴ തുടങ്ങിയിട്ടതാ. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട്, കേൾക്കാമോ? ബ്രേക്ക് ആവാണോ പിന്നെ? ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ശരി. അൽഫോൺസ, കേൾക്കാമോ? കേൾക്കാം. പ്രണവ്? കേൾക്കാം. വെരി ഗുഡ്. അപ്പൊ നമ്മളിപ്പോ ഈ നോട്ട് പഠിക്കുമ്പോൾ ഇതിൽ നമ്മുടെ കണ്ണു പോയത്, അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് അറ്റപ്പാക്ക ബേർഡ് സാഞ്ചുറിയാണ്. പക്ഷെ അറ്റപ്പാക്ക ബേർഡ് സാഞ്ചുറി എവിടെ എന്ന് അന്വേഷിച്ചപ്പോഴാണ് കൊലേറു ലേക്ക് ആണെന്ന് മനസ്സിലായത്. കൊലേറു ലേക്ക് എവിടെ എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആ ഇന്ത്യയുടെ പടത്തിന്റെ ഇടയിൽ വരിക. അപ്പൊ അവിടെ എന്താ പ്രത്യേകം നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ഇന്ത്യയുടെ ഈസ്റ്റേൺ ഗാർഡ്സിൽ കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി വെസ്റ്റേൺ ഗാർഡ്സിനേക്കാളും ഈസ്റ്റേൺ ഗാർഡ്സിന് പൊക്കം കുറവാണ്. അപ്പം വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ് റിവേഴ്സ് ഒഴുകി വരിക. ആ ഒഴുകി വരുന്ന റിവറിന്റെ കൂടെ ചെളിയും മണ്ണും മരത്തടികളും ഒക്കെ കാണും. അത് അടിഞ്ഞുകൂടി ചെറിയ മൺതിട്ടകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ആ മൺതിട്ടകളെ നിങ്ങൾ ഡെൽറ്റ എന്ന് വിളിച്ചു. അപ്പം കൃഷ്ണ എന്ന റിവറിന് ഡെൽറ്റ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയണം. ഗോദാവരിക്ക് ഡെൽറ്റ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയണം. ഗംഗയ്ക്ക് ഡെൽറ്റ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയണം. അതിന്റെ പേര് സുന്ദർബൻ ഡെൽറ്റ എന്നും പറയണം. അപ്പൊ ഇങ്ങനെ ഡെൽറ്റ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ചെളിയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പക്ഷികൾ വന്ന് പറന്നിറങ്ങിയിട്ട് അവർ മുട്ടയിട്ടിട്ട് പോകും. കാരണം മൈഗ്രേറ്ററി ബേർഡ്സിന് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് അറ്റപ്പാക്ക ബേർഡ് സാഞ്ചുറി കൊല്ലൂർ. അവിടെ ഗ്രേ പെലിക്കണും പെയിന്റഡ് സ്റ്റോക്കും വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രേ പെലിക്കന്റെയും പെയിന്റഡ് സ്റ്റോക്കിന്റെയും പൂർവ്വ ചരിത്രം അന്വേഷിച്ച് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവർ IUCN റെഡ് ലിസ്റ്റ് കിടക്കുന്ന ത്രട്ടൻഡ് സ്പീഷീസ് ആണ്. അപ്പൊ നമ്മൾ IUCN കുറിച്ച് അന്വേഷിക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് ഈ IUCN. അപ്പൊ അവർക്ക് റെഡ് ലിസ്റ്റ് മാത്രമല്ല 6 ടൈപ്പ് ഓഫ് ലിസ്റ്റുകൾ വേറെ ഉണ്ടെന്നും
ഓരോ ലിസ്റ്റിലും ഓരോരോ ജീവികളുണ്ടെന്നും നമ്മളിപ്പോൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മ. ശരിക്കും പറഞ്ഞാല് ഞാനിപ്പോ ഈ പറഞ്ഞതുപോലെ വേണം നിങ്ങൾ ഈ ബിഗ് നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ ബിഗ് നോട്ട്സിനെ പഠിച്ച് നിങ്ങൾ സെൽഫ് നോട്ട് ഉണ്ടാക്കേണ്ടത്. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ സെൽഫ് നോട്ട് ഉണ്ടാക്കുമ്പോഴേ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും വിഷയങ്ങളനുസരിച്ച്. അപ്പൊ അങ്ങനെ വേണം പഠിക്കാൻ. അല്ലാതെ ഞാൻ ഈ തരുന്ന ബിഗ് നോട്ട്സ് മാത്രം പഠിച്ചിട്ട് അത് കൊലേരു ലേക്കെന്നോ വെസ്റ്റേൺ ഗാർഡ്സ് എന്നോ അല്ല IUC എന്ന് കാണുമ്പോൾ അത് കാണാൻ പഠിച്ചിട്ട് കാര്യമില്ല. എന്താണ് IUC എന്ന് അന്വേഷിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് പഠിക്കുന്ന കുട്ടികൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ ഡു ദാറ്റ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ആയിട്ട് താഴെ കണ്ടോ, ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കൊലേരു ലേക്ക്, ഡെൽറ്റ ഓഫ് കൃഷ്ണ ഗോദാവരി ഇൻ ആന്ധ്രാപ്രദേശ്. ഒന്നും പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായി. മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ട്, ഗ്രേ ആൻഡ് സ്പോട്ട് ബിൽഡ് പെലിക്കൺ വന്നിട്ട് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തിനെ നമ്മൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് 1999 ഐഡന്റിഫൈ ചെയ്യുന്നത് അണ്ടർ ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഓക്കെ, ആൻഡ് ഈ സ്ഥലം റംസാർ കൺവെൻഷനിലും ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ റംസാർ കൺവെൻഷൻ എന്താണെന്നും കൂടെ ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് പോകാം. റംസാർ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ലോകത്തില് പല ചതുപ്പ് സ്ഥലങ്ങളുണ്ട്, വെറ്റ്ലാൻഡ്, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ. ഈ വെറ്റ്ലാൻഡുകളെ നമ്മൾ കൺസർവ് ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്കറിയാം ഇന്നിപ്പം ബാംഗ്ലൂർ നമ്മുടെ കേരളത്തിന് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് സിറ്റിയാണ്. ഈ ബാംഗ്ലൂരിൽ എന്താണ്? വെള്ളമില്ല. ഓക്കെ, സോ ബാംഗ്ലൂരിൽ ഇസ് നോ വാട്ടർ. എന്തുകൊണ്ട് വെള്ളം ഉണ്ടാവാതായി പോയി? അവര് എല്ലാ സ്ഥലങ്ങളും മണ്ണിട്ട് മൂടി വീട് വെച്ചു, അല്ലെങ്കിൽ ബിൽഡിംഗ് വെച്ചു, ഫ്ലാറ്റ് വെച്ചു. അപ്പൊ ആ പഴയ സ്ഥലങ്ങളിൽ എന്തുണ്ടായിരുന്നു? ഇതുപോലുള്ള വെറ്റ്ലാൻഡുകൾ പണ്ടുണ്ടായിരുന്നു. വെറ്റ്ലാൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുപ്പ് പോലത്തെ സ്ഥലങ്ങൾ. ഇപ്പൊ നമ്മുടെയൊക്കെ വീടിന്റെ അടുത്തൊക്കെ നിങ്ങൾ പാടശേഖരങ്ങൾ കണ്ടിട്ടുണ്ടോ? പാടശേഖരം, അവിടെ വെള്ളം കെട്ടിക്കിടക്കും കുറെ കാലമൊക്കെ. അപ്പൊ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം മണ്ണിലേക്ക് അടിഞ്ഞു പോയിട്ട് മണ്ണിന്റെ അടിയില്, ഭൂമിയുടെ അടിയിൽ എന്തുണ്ടാവും? വാട്ടർ ടേബിൾ ഉണ്ടാവും. വാട്ടർ ടേബിൾ, വെള്ളത്തിന്റെ ടേബിൾ, പെട്ടിക്കകത്ത് ഇങ്ങനെ വെള്ളം സ്റ്റോർ ചെയ്യും. അപ്പൊ ഭൂമിയുടെ അടിയില് ഈ വാട്ടർ ടേബിള് വലിയ ദൂരത്തിലല്ലാതെ ഉണ്ടാവും. പക്ഷെ വാട്ടർ ടേബിൾ വല്ലാതെ താന്നു പോയാൽ എന്ത് പറ്റും? ഈ ഭൂമിയിലുള്ളവർക്കൊന്നും വെള്ളം ഉണ്ടാവില്ല. ഇതാണ് ബാംഗ്ലൂർ പറ്റിയത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ വെറ്റ്ലാൻഡിലെ ഇങ്ങനെയുള്ള ചതുപ്പ് സ്ഥലങ്ങളെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ലേ? ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി റംസാർ എന്ന സ്ഥലത്ത് വെറ്റ്ലാൻഡുകളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി രാജ്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുകയും ആ മീറ്റിംഗിൽ വെച്ച് അവർ പറയുവാണ്, അവരവരുടെ രാജ്യങ്ങളിലുള്ള വെറ്റ്ലാൻഡുകളെ ഞങ്ങൾ സംരക്ഷിക്കുന്നു. ആ ലിസ്റ്റുകൾ ഈ റംസാർ കൺവെൻഷനിൽ കൊണ്ടുവന്ന് നമ്മൾ എഴുതി വെക്കും. അപ്പൊ എല്ലാ രാജ്യങ്ങളും അവരവരുടെ വെറ്റ്ലാൻഡിനെ അവിടെ കൊണ്ടുപോയി പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഇന്ത്യയിൽ കുറെ വെറ്റ്ലാൻഡ് ഉണ്ട്. ഇപ്പൊ കുട്ടനാടൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാവും, വെറ്റ്ലാൻഡ് കൺസർവേഷനിൽ കിട്ടും. അപ്പൊ ഇതും അങ്ങനെ തന്നെ. ഇപ്പൊ കൃഷ്ണ ഗോദാവരിയുടെ വെള്ളം വന്ന് അടിച്ചു കൂടുന്നുണ്ട്, അതും എന്തായിരിക്കും? വെറ്റ്ലാൻഡ് ആയിരിക്കും. ഇത്രയും പോയിന്റ്സ് ആണ് അറ്റപ്പാക്ക ബേർഡ് സാങ്ച്വറി ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കുന്നത്. നെക്സ്റ്റ്, പാകിസ്ഥാൻ റിമെയിൻസ് ഓൺ FATF ഗ്രേ ലിസ്റ്റ്. അടുത്തൊരു സാധനം. അപ്പൊ അതില് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്, ദാറ്റ് ഈസ് FATP എന്ന് പറഞ്ഞാൽ എന്താ? FATP എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, മണി ലോണ്ടറിങ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഏതെങ്കിലും രാജ്യങ്ങൾ ചെയ്താൽ അവരെ ഐഡന്റിഫൈ ചെയ്ത് ഒറ്റപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടെററിസ്റ്റ് ഫണ്ടിങ്. ചില രാജ്യങ്ങൾ എന്ത് ചെയ്യുവാണ്? അവരുടെ പൈസ ടെററിസ്റ്റ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് റീസെന്റ് ആയിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞ താലിബാൻ, നിങ്ങൾക്കറിയാം റീസെന്റ് ആയിട്ട് ഒരു രാജ്യമായ സ്ഥലമാണ്. ഈ താലിബാന്റെ മെയിൻ ആയിട്ടുള്ള ബിസിനസ് എന്താണ്? ഇറ്റ് ഈസ് ഓപ്പിയം. ഓപ്പിയമാണ്, കറുപ്പ്. ഈ കറുപ്പാണ്, അത് കറുപ്പ് എന്ന് പറഞ്ഞാൽ കഞ്ചാവ് പോലൊരു സാധനമാണ്. കറുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ്. നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കുക, കറുപ്പ് എങ്ങനെ ഇരിക്കും? നല്ല കാണാൻ നല്ല ഭംഗിയാണ്, താമരമുട്ട് പോലെ ഇരിക്കും. അപ്പൊ ഈ കറുപ്പിൽ നിന്ന് എടുക്കുന്ന മരുന്ന് കഞ്ചാവ് പോലെ ആൾക്കാര് ഒരു ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു രാജ്യം, താലിബാൻ എന്നുള്ള രാജ്യം, അതാണ് അവരുടെ മെയിൻ തൊഴിലായിട്ട് കാണുന്നത്. നമ്മൾ അരിയും ഗോതമ്പും നടുന്ന പോലെ അവര് നട്ടുപിടിപ്പിക്കുന്ന ഇതാ. അപ്പൊ അങ്ങനെയുള്ള പൈസ ഉപയോഗിച്ച് അവർ എന്ത് ചെയ്യുവാണ്? അവര് ടെററിസ്റ്റുകൾക്ക് പൈസ ഫണ്ട് ചെയ്യുവാണ്. അപ്പം അതിനുവേണ്ടി പല മെത്തേഡ്സ് അവർ ഫോളോ ചെയ്യും. അവര് സാമ്പത്തികപരമായിട്ട് ഒരു രാജ്യത്ത് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള പരിപാടികൾ ചെയ്യും. അപ്പൊ അതിനുവേണ്ടി അവരെന്ത് ചെയ്യും? അവര് ചിലപ്പോ ടെററിസ്റ്റുകളെ ഫണ്ട് ചെയ്യും, അവർക്ക് വേണ്ടി ബ്ലാക്ക് മണി വൈറ്റ് മണി ആയി കൊടുക്കും, അങ്ങനെയുണ്ട്. അപ്പൊ ലോകത്തിലെ പല രാജ്യങ്ങളും ചേർന്ന് FATP എന്നൊരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്.
അവര് എന്ത് ചെയ്തു വെച്ചാൽ ഈ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തി. ബ്ലാക്ക് ലിസ്റ്റ്, ബ്ലൂ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പല ലിസ്റ്റ് ഉണ്ട്. ഗ്രേ ലിസ്റ്റ് പെട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അവരുമായിട്ട് ഫിനാൻഷ്യൽ ബിസിനസ് ചെയ്യാൻ ആർക്കും പെർമിഷൻ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിക്കുക, അങ്ങനെ ഒരു രാജ്യം ആ ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിന് കര കയറാൻ പറ്റില്ല. അതാണ് ഇപ്പം പാകിസ്ഥാന്റെ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിനാൻഷ്യൽ ക്രൈസിസ് അവർക്ക് ഇപ്പോൾ വരാനുള്ള റീസൺ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഗ്ലോബൽ മണി ലോണ്ടറിങ്ങും ടെററിസ്റ്റ് ഫിനാൻസിങ്ങും വാച്ച് ഡോഗിനെ പോലെ, ഒരു കാവൽ പട്ടിയെ പോലെ കണ്ടെത്തുന്ന സ്ഥാപനത്തിനെയാണ് FATF എന്ന് പറയുന്നത്. അപ്പൊ അവര് എല്ലാ രാജ്യങ്ങളെയും ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ആരാണ് ഇത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1989 G7 ഗ്രൂപ്പ് ഓഫ് 7 രാജ്യങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. 7 രാജ്യങ്ങൾ പാരീസിൽ വെച്ചിട്ട് ഒരു തീരുമാനം എടുക്കുവാണ്, നമുക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. ഓക്കെ, ആ സ്ഥാപനത്തിന്റെ ഹെഡ് ക്വാർട്ടർ ആണ് പാരീസില് ഉള്ളത്. ആ ഹെഡ് ക്വാർട്ടേഴ്സില് ഭാഗമായിട്ട് ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ FATF-ല് ഇപ്പം 39 മെമ്പേഴ്സ് ഉണ്ട്. ആ 39 മെമ്പേഴ്സില് യൂറോപ്യനും ഗൾഫ് കോപ്പറേഷൻ കൗൺസിലും ഇന്ത്യയും അതിന്റെ മെമ്പറാണ്. അപ്പം ഈ ഒരു സംഘടന പല ലിസ്റ്റ് ഉണ്ടാക്കും. ആ ലിസ്റ്റിന്റെ അകത്തേക്ക് ഓരോ രാജ്യങ്ങളെ അവരവരുടെ പെർഫോമൻസ് അനുസരിച്ച് ആഡ് ചെയ്യും. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ ഗ്രേ ലിസ്റ്റില് ഒരു രാജ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ആ ലിസ്റ്റ് കിടക്കുന്നവരെല്ലാം ടെററിസ്റ്റ് ഫണ്ടിങ്ങും മണി ലോണ്ടറിങ്ങും ചെയ്തവരാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാലോ, ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ആണെങ്കിൽ പിന്നെ ഒരു രാജ്യം അവരുമായിട്ട് ഒരു ബിസിനസ് ചെയ്യൂല, കംപ്ലീറ്റ്ലി നോൺ കോപ്പറേറ്റീവ് ആയിരിക്കും. അതോടുകൂടി ആ രാജ്യം ഇല്ലാതായി പോകുന്നുള്ള ഉദാഹരണം പറഞ്ഞത് കണ്ടോ. കറന്റ്ലി ഇറാൻ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആർ അണ്ടർ ഹൈ റിസ്ക് ജുറിഡിക്ഷൻ ഇൻ ദ ബ്ലാക്ക് ലിസ്റ്റ്. കൊറിയ നിങ്ങൾക്ക് അറിയാം, കിം യോങ് ഉൻ എന്ന ആളുടെ നോർത്ത് കൊറിയയും ഇറാനും ബ്ലാക്ക് ലിസ്റ്റ് കിടക്കുക. ഓക്കെ, ഇപ്പൊ FATF വന്നിട്ട് എന്നിട്ട് വീണ്ടും പാകിസ്ഥാൻ ഇതുപോലെയുള്ള കളത്തരങ്ങൾ കാണിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ വീണ്ടും ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നോക്കൂ, ഇന്നത്തെ നമ്മുടെ നോട്ടില് ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ദ അട്ടപ്പാക്ക ബേർഡ് സാങ്ച്വറി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അബൌട്ട് FATF ഗ്രേ ലിസ്റ്റ്. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് നോട്ട്. ഇനി നെക്സ്റ്റ് തേർഡ് ടോപ്പിക്, ഈ ഒരു ഷീറ്റിലെ തേർഡ് ടോപ്പിക് ഈസ് അബൌട്ട് ദ ഇൻക്ലൂസീവ് പാർലമെന്റ്. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യണം. എവിടെ ഇൻക്ലൂഡ് ചെയ്യണം? പാർലമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഉദ്ദേശിച്ചു. നമ്മളിപ്പോ കേരളത്തിലൊക്കെ ആരോ ഏതൊരു ഫിലിം സ്റ്റാർ, ഫിലിം ആക്ട്രസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിലെ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്, ബോയ് ഉണ്ട്, ഗേൾ ഉണ്ട്. ഒരു വീട്ടിൽ 3 ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ അതിൽ 2 എണ്ണം ബോയ്ക്ക് കൊടുക്കും, 1 എണ്ണം ഗേളിന് കൊടുക്കും. ഇതിനെ നമുക്ക് ഇൻക്ലൂസീവ് ഹൗസ് എന്ന് പറയാൻ കഴിയില്ല, ഇൻക്ലൂസീവ് അല്ല. അപ്പൊ എങ്ങനെ കൊടുക്കണം? 3 ഫ്രൈ ഉണ്ടെങ്കിൽ അത് 1.5 മുറിച്ച് മകൾക്കും 1.5 ബോയ്ക്കും കൊടുക്കണം. ഇതിനെയാണ് ഇൻക്ലൂസീവ് എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഇന്ത്യൻ പാർലമെന്റില് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വുമൺ റിസർവേഷൻ ബില്ല് വന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ബില്ല് വന്നു. അപ്പൊ ഇത് 1952 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം നിങ്ങൾ ആലോചിക്കും. അന്ന് ഫസ്റ്റ് പാർലമെന്ററി സെഷൻ നോക്കിയപ്പോ അവിടെ 39 ലീഡേഴ്സ് ഉണ്ടായിരുന്നു പെൺകുട്ടികളുടെ സൈഡിൽ. അവരെല്ലാം എന്താണ്, സാധാരണ കഞ്ഞി കുടിച്ച നേതാക്കന്മാരല്ല. ദേ ആർ സ്ട്രോങ്, ദേ ആർ ഇന്റലിജന്റ് ആൻഡ് പാഷനേറ്റ് വുമൺ ലീഡേഴ്സ് അന്നത്തെ കാലത്ത് പാർലമെന്റിൽ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഇൻ 1952. ഓക്കെ, എന്നിട്ട് കാലം മുന്നോട്ട് പോയപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ഒക്കെ കിട്ടി. അപ്പൊ കുറച്ചുകൂടെ ഈ ആൾക്കാരുടെ എണ്ണം 39 പേരിൽ നിന്ന് 100 പേരൊക്കെ ആവേണ്ടതല്ലേ, ആയിട്ടില്ല. ഓക്കെ, അതാണ് ഇത് ന്യൂസിൽ വരാനുള്ള ഇമ്പോർട്ടൻസ്. ബട്ട് 17 years ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അത് നല്ല രീതിയിലല്ല, സ്ട്രേഡ് ഫ്രം ദാറ്റ് പാത്ത്. ആ ഒരു ഗ്രോത്ത് ഉണ്ടായില്ല. അത് ഇലക്ഷൻ കമ്മീഷൻ ഒരു തവണ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് 5% പാർലമെന്റിൽ ഇപ്പോ പെൺകുട്ടികളുള്ളൂ. അപ്പൊ 100 പേരില് 500 പേരിൽ 39 പേര് 1952 ഉണ്ടായിരുന്ന സമയത്ത് പോലും ഈ 7-8% അത്. ഇപ്പൊ അത് കുറഞ്ഞു 5% ആയിരുന്നു. സ്വാഭാവികമായിട്ടും എന്താണ് അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൺ MLA-മാരും MP-മാരുടെ എണ്ണം ഒക്കെ വല്ലാതെ കുറയുന്നു. പല റീസൺസും ഉണ്ട്. ഒന്ന്, അവർക്ക് ഇലക്ഷൻ മത്സരിക്കാനുള്ള അറിവില്ല. 2, സ്റ്റീരിയോ ടൈപ്പ് ആയിപ്പോയി. പിന്നെ ഫാമിലി വർക്ക്, ഭാര്യ, കുഞ്ഞുങ്ങൾ, അമ്മ അല്ലെ, അങ്ങനെ ഡ്യൂട്ടിയിലേക്ക് അവർ മുഴുകിപ്പോയി. പിന്നെ റിസോഴ്സ് ഉണ്ടായില്ല, ഫ്രണ്ട്ലി, അങ്ങനെ കുറെ റീസൺസ് നമുക്ക് പറയാം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിലുള്ള പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ഇലക്ഷൻ നടത്തുമ്പോൾ
ചില വാർഡുകളും ചില കൗൺസിലുകളും എന്തായിട്ട് മാറ്റിയേക്കുവാണ്, റിസർവ് ചെയ്തേക്കുവാണ് ഫോർ വുമൺ. ഇത് പറയുന്നത് സെക്ഷൻ 243D ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ 243Dയിൽ എന്താ പറയുന്നത്? ഒരു പഞ്ചായത്ത് രാജ്, അതായത് പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കുമ്പോ അപ്പം 10, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ഇപ്പൊ തൃശ്ശൂർ തന്നെ എടുക്കാം. തൃശ്ശൂരില് 90 വാർഡുകളുണ്ടെന്ന് വിചാരിക്കുക. ഓരോ വാർഡിലും എന്തായിരിക്കണം? ഒരു മെമ്പർ ആയിരിക്കും, 1 മെമ്പർ അല്ലെ? മെമ്പർ ജയിക്കുമല്ലോ, അപ്പോഴാണ് വാർഡ് മെമ്പർ എന്ന് നിങ്ങൾ പറയാം. അപ്പൊ ഈ 90 വാർഡുകൾ ഉള്ളതില് എന്താ അവർ എഴുതിയിരിക്കണേ? നോട്ട് ലെസ് ദാൻ 1/3. അപ്പൊ 30 വാർഡുകൾ, ബാക്കി 60 വാർഡുകൾ മെയിലിനും ഫീമെയിലിനും മത്സരിക്കാം. 30 വാർഡുകളിൽ ഫീമെയിൽ മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ. ദിസ് ഈസ് ആർട്ടിക്കിൾ 243D. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് അങ്ങനെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് പെൺകുട്ടികളെ വീടിനടുത്തുള്ള വാർഡുകളിലേക്ക്, അല്ലെ പഞ്ചായത്ത് ലെവലിൽ, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലെവലിലേക്ക് മത്സരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റ് എടുത്ത തീരുമാനമായിട്ട് കാണാം. അപ്പൊ ഇവിടെ എനിക്ക് എതിർപ്പുണ്ട്. കാരണം ഈ തീരുമാനം പഞ്ചായത്ത് ലെവലിലും മുനിസിപ്പാലിറ്റി ലെവലിലും കോർപ്പറേഷൻ ലെവലിലും ഉള്ളൂ. എന്നാൽ MP-മാരും MLA-മാരും ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പാർലമെന്റിലേക്കോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കോ നിയമസഭയിലേക്കോ മത്സരിക്കുമ്പോൾ ഇത് കാണുന്നില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ 3 പേര് ഇന്നിപ്പോ എത്ര, 30-ാം തീയതിയാണ്. ഒരു 4 ദിവസം കൂടെ കഴിഞ്ഞാൽ കേരളത്തിൽ ഇലക്ഷൻ റിസൾട്ടുകൾ വരും. അപ്പൊ നിങ്ങൾ നോക്കി, ഇപ്പൊ തന്നെ നിങ്ങൾ അന്വേഷിക്കുക, ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും എത്ര പെൺകുട്ടികളെയാണ് മത്സരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആ എണ്ണം ഭയങ്കര കുറവാണ്, അവര് മത്സരിപ്പിക്കില്ല. സോ ദർ ഇസ് ഓൾവേസ് എ ഡോമിനൻസ് എല്ലാ ഏരിയയിലുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് ആ ഒരു സെക്ഷനിൽ ഓർത്തു വെക്കാനുള്ളത്. ദാറ്റ് ഈസ് ഇൻക്ലൂസീവ് പാർലമെന്റ്. ഓക്കെ, അപ്പം ഈ ഒരു ന്യൂസിന് ശേഷം, ഇപ്പൊ ഞാൻ എഴുതിയേക്കുന്ന ന്യൂസിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യയിൽ വുമൺ റിസർവേഷൻ ബില്ല് പാസ്സായിട്ടുള്ളതുകൂടെ ഓർത്ത് വായിക്കേണ്ടതാണ് ഇതിനൊപ്പം. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കുഞ്ഞു ടോപ്പിക്കാണ്, ദാറ്റ് ഇസ് അബൌട്ട് ജനീവ പാക്കേജ്. ജനീവ പാക്കേജ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഓക്കെ, ജനീവ പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മള് കുറെ ആൾക്കാർ ജനീവ എന്ന സ്ഥലത്ത് ഒരു മീറ്റിംഗ് കൂടി. എല്ലാ രാജ്യത്തിന്റെ മന്ത്രിതല മീറ്റിംഗ് ആണ്. അപ്പൊ അങ്ങനെ പല മീറ്റിംഗ് കൂടാറുണ്ട്. സോ 12ാമത്തെ കോൺഫറൻസ്. ഈ കോൺഫറൻസ് ആരാ ഹെഡ് ചെയ്തത്? WTO. WTO എന്താണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അപ്പൊ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണെന്ന് മനസ്സിലായി. അപ്പം നമ്മുടെ ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും കൊറോണ എന്നൊരു വലിയ മഹാമാരി വന്നു പോയിട്ടുണ്ട്. അപ്പൊ ഈ കൊറോണ വാക്സിനും ആ സമയത്ത് ബിസിനസ് ഒക്കെ പലരെയും നഷ്ടപ്പെട്ടു പോയില്ലേ? അപ്പൊ ആ ബിസിനസ്സുകൾക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ കുറച്ചു കാലത്തേക്ക്, ആ നഷ്ടങ്ങൾ സഹകരിച്ചും സഹിച്ചും മുന്നോട്ട് പോകാനുള്ള സഹായം എന്ന രീതിയിലാണ് ഒരു വാക്ക് ഇവാലുവേറ്റ് ചെയ്തത് ആ മീറ്റിംഗില്, ജനീവ പാക്കേജ്. പാക്കേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സഹായം കൊടുക്കുന്നു മാത്രം. So that is the only important point associated with that particular point, Geneva package. അപ്പൊ ഈ ഷീറ്റും കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. ഒന്ന് അറ്റപ്പാക്ക ബേർഡ് സാങ്ച്വറി, സെക്കൻഡ് ഈസ് FATP, FATF, അതിലെ ലിസ്റ്റുകൾ നോക്കണം. തേർഡ് ഈസ് ഇൻക്ലൂസീവ് പാർലമെന്റ്, ഫോർത്ത് ഈസ് ഗവൺമെന്റ് മെഷേഴ്സ്, ആർട്ടിക്കിൾ 243D ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ജനീവ പാക്കേജ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. I will repeat it. Yes, I think everyone is clear now. സൗമ്യ എസ് കേൾക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട്, മനസ്സിലായോ? സാർ മനസ്സിലായി, കേൾക്കുന്നുണ്ട്. സൗമ്യ, ടോട്ടൽ നമ്മളിപ്പോ എത്ര ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് എണ്ണം പറയാമോ? എത്ര ടോപ്പിക്കുകളെന്നാ? നമ്മളാദ്യം ഒരു ആ ടോപ്പിക്കിന്റെ പേര് പറഞ്ഞാലും മതി. ആദ്യത്തെ എന്തായിരുന്നു? ന്യൂക്ലിയർ. ന്യൂക്ലിയറിന്റേത്. രണ്ട് നമ്മളെ സെക്ഷൻ 295 കുറിച്ച് പറഞ്ഞു. 295, ഓക്കെ, രണ്ടെണ്ണമായി. പിന്നെ 3 പൃഥ്വി റോക്കറ്റ്. പൃഥ്വി 2 പറഞ്ഞു. സൂപ്പർ മൂണ്. ഓക്കെ. 5 കാളിക മാതാ ടെമ്പിൾ. വെരി ഗുഡ്. 6 അറ്റപ്പാക്ക ബേർഡ് സാങ്ച്വറി. 7 റംസാർ അതിന് മുമ്പ് പറഞ്ഞു FATF. പിന്നെ
എന്നിട്ട് ഒരു എന്താ പറയാ എന്തോ ഒരു പാർലമെന്റാ, ഇൻക്ലൂസീവ് പാർലമെന്റ്. ഇൻക്ലൂസീവ് പാർലമെന്റ്. വെരി ഗുഡ്. 9 9 ലാസ്റ്റ് പറഞ്ഞ ജനീവ പാക്കേജ്. അതിന് മുമ്പ് പറഞ്ഞുണ്ട് വുമണിന് women 243D. 243D. ലാസ്റ്റ് 10ാമത്തെ ജനീവ പാക്കേജ്. വെരി ഗുഡ്, വെരി ഗുഡ്. ക്രിസ്റ്റി, ഹലോ വെറുതെ ചോദിക്കുന്നതാണ്. ക്രിസ്റ്റിക്ക് ആലോചിച്ച് നോക്കുക, പറ്റും നോക്കുക കേട്ടാ. IUCN-ന്റെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസിന്റെ ഏതെങ്കിലും ഒരു പേര് പറയാമോ? അതില് ഒരു ബ്ലാക്ക് റൈനോ. മതി. ഓക്കെ, ഒരെണ്ണം പറയാമോ? പിന്നെ മൗണ്ടൈൻ ഗോറില്ല. ഓക്കെ. അന്ന, എക്സ്റ്റിന്റ് ആയി പോയിട്ടുള്ള ഒരു ജീവിയുടെ പേര് പറയാമോ? മാമത്ത്. ദാറ്റ് ഈസ് വൂളി മാമത്ത് എന്നാ പറയാം. അതിന് ശരിക്കുള്ള പേര് വൂളി മാമത്ത്. വൂളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നിങ്ങള് ജസ്റ്റ് ഞാൻ പറഞ്ഞ സിനിമയുണ്ട് ഐസേജ്, അതിലത്തെ നായകൻ ഈ മാമത്താണ്. സോ വൂളി മാമത്ത്, വെരി നൈസ് മൂവി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഇന്നത്തെ PDF നോട്ടോടെ ഞാൻ വീണ്ടും ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം കാണാം. ഹാവ് എ ഗുഡ് ഡേ. ഗുഡ് നൈറ്റ് എവരിവൺ. ടേക്ക് കെയർ. ബൈ. താങ്ക് യു സർ. ബൈ. ഗുഡ് നൈറ്റ്.